നമസ്കാരം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്ന CJ റോയിയുടെ മരണമാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടും വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെ വീണ്ടും വീണ്ടും കൊല്ലാക്കൊല ചെയ്യുന്ന കാഴ്ചയാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ? അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയാണോ അതല്ല കൊലപാതകമാണോ? അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ശാപമാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം? അതുമല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ പീഡനമാണോ അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്? അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണോ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ ഉത്തരവാദി? ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം എന്തുകൊണ്ടാണ് തൻ്റെ നെഞ്ചിലേക്ക്, സാധാരണഗതിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഫയർ ആം ഉപയോഗിച്ചിട്ടാണെങ്കിൽ തലയ്ക്കാണ് വെടിവെക്കുക, എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം തലയിൽ വെടിവെക്കാതെ നെഞ്ചിലേക്ക് വെടിവെച്ചു എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മുന്നിൽ പൊങ്ങി വരികയും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം ആത്മഹത്യ തന്നെയാണ് ചെയ്തത്. അത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത രീതിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഫോറൻസിക് മനഃശാസ്ത്രം പറയുന്നത്. ആ വിഷയം ആരും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഫയർ ആം ഉപയോഗിച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന വേളയിൽ സാധാരണഗതിയിൽ തൻ്റെ തലയിലോ വായിലോ ആണ് വെടിവെക്കാറ്. എന്നാൽ നെഞ്ചിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്, പക്ഷേ വളരെ അപൂർവമാണെന്ന് മാത്രം. ഇവിടെ റോയ് തൻ്റെ വലത് കൈയിൽ പിടിച്ച റിവോൾവർ ഉപയോഗിച്ചിട്ട് ഇടത്തെ നെഞ്ചിലാണ് വെടിവെച്ചിരിക്കുന്നത്. അത് എന്താണ് തെളിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറ്റാന്വേഷണത്തിനും കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിനും മറ്റും ശാസ്ത്രീയമായ രീതി അവലംബിക്കുന്നതിനെ ആണ് ഫോറൻസിക് എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യാനായി ഒരാൾ തൻ്റെ നെഞ്ചിലേക്കാണ് വെടിവെക്കുന്നത് എങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടെന്നാണ് ഫോറൻസിക് മനഃശാസ്ത്രം പറയുന്നത്. അതിൽ നിന്നും ഈ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് ഏകദേശ ഒരു ധാരണ ലഭിക്കുമെന്നും ആ മനഃശാസ്ത്രം പറയുന്നു. റോയിയുടെ മരണകാരണം അന്വേഷിച്ചിട്ട് ആരും തന്നെ ഒരു റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല. അതിന് ഈ ഇൻകം ടാക്സ് റെയ്ഡുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട്. അത് അദ്ദേഹം തൻ്റെ സഹോദരൻ അയച്ചു എന്ന് പറയുന്ന ബിഗ് ട്രബിൾ എന്നുള്ള മെസ്സേജുമായി കൂട്ടി വായിക്കുകയാണ് എങ്കിൽ ആർക്കും തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. റോയ് ആത്മഹത്യ ചെയ്തു എന്ന് കരുതിയിട്ട് ഇൻകം ടാക്സിൻ്റെ നടപടികൾ അവസാനിക്കുന്നില്ല. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അക്കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതാണ്. മിക്കവാറും വെടിവെച്ചുള്ള ആത്മഹത്യകളിൽ തലയിലാണ് വെടിയേൽക്കുന്നത്. അതിനുള്ള കാരണം അതിൻ്റെ തീവ്രത തന്നെയാണ്. പെട്ടെന്ന് മരിക്കും. അത് തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ട് റോയ് തൻ്റെ നെഞ്ചിടം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ചോദ്യം. നെഞ്ചിൽ വെടിവെച്ചുള്ള ആത്മഹത്യ വളരെ അപൂർവമാണ് എന്ന് കരുതി അങ്ങനെ ആരും ആത്മഹത്യ ചെയ്യില്ല എന്നില്ല. അത്തരം കേസുകൾ വളരെ കുറവാണ് എന്ന് മാത്രം. ഒരാൾക്ക് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വേളയിലാണ് അയാൾ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത് എന്നാണ് ഫോറൻസിക് മനഃശാസ്ത്രം പറയുന്നത്. അതായത് ഒരേ സമയം തന്നെ അയാൾ മരിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഇവിടെ റോയ് ആഗ്രഹിച്ചിട്ടല്ല മരണം തിരഞ്ഞെടുത്തത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ജീവിത രീതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തലയിലാണ് വെടിവെക്കുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം അതിന് സമ്മതിച്ചില്ല, മറ്റേ ഭാഗം ജീവിക്കുന്നതിന് പ്രലോഭിപ്പിക്കുകയും ചെയ്തു. അത്തരം ഒരു അവസ്ഥയിലാണ് സാധാരണ ഒരാൾ തൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത് എന്നാണ് ഫോറൻസിക് മനഃശാസ്ത്രം പറയുന്നത്. 4 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. ഒന്നാമതായിട്ട് മരിക്കുന്നതിനോടുള്ള മനസ്സിൻ്റെ ഭാഗികമായ എതിർപ്പ്. രണ്ടാമതായി തൻ്റെ ബോധത്തിൻ്റെ ഇരിപ്പിടമായ തലച്ചോറിനെ തകർക്കുന്നതിലുള്ള വിസമ്മതം. അപ്പോഴും താൻ എന്ന ഭാവം നിലനിൽക്കുന്നു എന്നർത്ഥം. തലയിലാണ് വെടിവെക്കുന്നതെങ്കിൽ തല പൊട്ടിത്തെറിക്കും. അപ്പോൾ താൻ ചെയ്യുന്ന അവസാനത്തെ കർമ്മം അത് അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒന്ന് ആയിരിക്കരുത് എന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം. നെഞ്ചിൽ വെടിവെക്കുന്നതിലൂടെ ഒരാൾ 100% മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും എന്നാൽ മരിക്കാനും ആഗ്രഹിച്ചിരുന്നു എന്നും ആണ് തെളിയിക്കുന്നത് എന്നാണ് ഫോറൻസിക് സൈക്കോളജി പറയുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും വൈകാരിക വേദന, കുറ്റബോധം, വഞ്ചിക്കപ്പെട്ടു എന്ന ബോധം, നഷ്ടബോധം, മാനസിക പ്രയാസം അഥവാ ഹൃദയവേദന എന്നിവയെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഹൃദയം. പെട്ടെന്നൊരാൾ തൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യുമ്പോഴാണ് നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത്. അത്തരം ആത്മഹത്യകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്ന് ആയിരിക്കില്ല. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, നിരാശ, പരിഭ്രാന്തി, നാണക്കേട്, അപമാനം, പേടി, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, അസൂയ, കടുത്ത ദുഃഖം, തർക്കങ്ങൾ,
നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, പൊതുമധ്യത്തിലുള്ള അപമാനം, അറസ്റ്റ് ഭീഷണി, ആരോപണങ്ങൾ എന്നിവയെ തുടർന്ന് വിചാരങ്ങളെ കീഴ്പ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ യുക്തിഭദ്രമായി കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തോക്ക് കൈവശമുള്ളവർ നെഞ്ചിലേക്ക് വെടിവെക്കുന്നത്. അത്തരം അവസരങ്ങളിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹം താൽക്കാലികം മാത്രമായിരിക്കും. പക്ഷേ ഒരു നിമിഷത്തിനുള്ളിൽ എല്ലാം അവസാനിച്ചിരിക്കും. ഒരാൾ നെഞ്ചിൽ വെടിവെക്കുന്നതിൽ നിന്നും അയാളുടെ ആത്മഹത്യ മുൻകൂട്ടി തീരുമാനിച്ചതാണോ അതോ പെട്ടെന്നുണ്ടായ ഒന്നാണോ എന്ന് അറിയാൻ സാധിക്കും. മരണസമയത്തെ മാനസികാവസ്ഥ, പ്രകോപനത്തിൻ്റെ സാധ്യത, അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, ഇതൊക്കെ തന്നെ ഈ നെഞ്ചിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ്. ചിലർ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമായ പ്രത്യേകിച്ച് മുഖം, അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെയും അഭിമാനം മരണശേഷവും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കും. മരണശേഷം താൻ കാഴ്ചയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം, അതുപോലെ തന്നെ തൻ്റെ മുഖം വികൃതമാക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആഗ്രഹം, അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും പിസ്റ്റളിനെ നെഞ്ചിലേക്ക് കൊണ്ടുപോകും. തലയിലാണ് വെടിവെക്കുന്നതെങ്കിൽ തല പൊട്ടിത്തെറിച്ചിട്ട് വികൃതമാക്കപ്പെടുകയും ചെയ്യും. ഈ ശാസ്ത്രീയമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ റോയിയുടെ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അതായത് അദ്ദേഹം ഒരിക്കലും തന്നെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. എന്നിരുന്നാലും ഇടയ്ക്ക് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങി. അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്ന് ആയിരുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തൊക്കെ കാരണങ്ങൾ അദ്ദേഹത്തെ പ്രകോപിതൻ ആക്കി. അദ്ദേഹത്തിന് ദേഷ്യം, നിരാശ, പരിഭ്രാന്തി, നാണക്കേട്, അപമാനം, പേടി, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, കടുത്ത ദുഃഖം, തർക്കങ്ങൾ, എന്തൊക്കെയോ അരുതാത്തത് നടക്കും എന്നുള്ള ആശങ്ക, പൊതുമധ്യത്തിൽ അപമാനിതൻ ആകുമോ എന്ന ഭയം, അറസ്റ്റ് ഭീഷണി, തനിക്കെതിരെ വരാനുള്ള ആരോപണങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തെ ഒരു നിമിഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിപ്പിച്ചതും നെഞ്ചിലേക്ക് വെടിവെച്ചതും. അവസാനമായി ഏത് രീതിയിലാണ് അദ്ദേഹം അഭിമാനത്തോടെയും ആഡംബരത്തോടെയും ജീവിച്ചിരുന്നത് എന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ മരണശേഷം ഒരിക്കലും തൻ്റെ മുഖം വികൃതമാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഈ റോയിയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ വീഴ്ചകളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം അദ്ദേഹത്തിന് തന്നെ തൻ്റെ സ്വന്തം കോൺഫിഡൻസ് നഷ്ടമായി. മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇനി ആദായ നികുതി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസും കൂടുതൽ വിവരങ്ങൾ വിടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. റോയിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.